ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സൈഡ് പ്ലീറ്റഡ് കുർത്തിയാണ് തയ്ക്കാൻ വേണ്ടി പോകുന്നത്. ഇതിപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കുർത്തിയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നതാണ് ഞാൻ തയ്ച്ചെടുത്തിട്ടുള്ള കുർത്തി. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഡീറ്റെയിൽഡ് വീഡിയോ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. അതിന് ഞാനിവിടെ ആദ്യം യോക്ക് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുണി 4 മടക്കിയിട്ടുണ്ട്. തുണി മടക്കിയിട്ട് ഓപ്പണിംഗ് ഭാഗത്തല്ലാത്ത ക്ലോസ് അതായത് മടങ്ങി കിടക്കുന്ന ഭാഗത്തു നിന്നാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. യോക്ക് പാർട്ടിന് ഞാൻ 15 ഇഞ്ചാണ് ഇറക്കം കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് 16 ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ട് വിഡ്ത്ത് വന്നിട്ട് 9 ഇഞ്ചാണ്. അതായത് 36നെ 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 9 ഇഞ്ചാണ് കിട്ടുക. അതിൻ്റെ കൂടെ 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് 11 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഷോൾഡർ 7 ഇഞ്ചാണ്, ആം ഹോളും 7 ഇഞ്ചാണ്. അത് രണ്ടും കൂടി ചേർത്ത് നമ്മൾ ആം ഹോൾ വരച്ചെടുക്കുന്നുണ്ട്, കുഴിച്ച് വരയ്ക്കുന്നുണ്ട്. പിന്നെ ഒരു ഫ്രണ്ടിൽ ആം ഹോൾ ഒരു 0.5ലും കൂടി ഒന്നുകൂടെ കുഴിച്ച് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബാക്കിലെയും ഫ്രണ്ടിലെയും ആം ഹോൾ നമ്മൾ വരച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. 3.5 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിലെ നെക്കിൻ്റെ ഇറക്കം 4.5 ഇഞ്ചും ബാക്കിലെ നെക്കിൻ്റെ ഇറക്കം 3.5 ഇഞ്ചുമാണ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ റൗണ്ട് ഷേപ്പിൽ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ഇഞ്ചിലേക്ക് ഷോൾഡർ നമ്മൾ ചെരിച്ചിട്ട് ഒന്ന് ഷോൾഡർ മാർക്ക് ചെയ്ത് അതായത് വരയ്ക്കുന്നുണ്ട്, ചെരിച്ച ഭാഗത്തേക്ക് വരയ്ക്കുന്നുണ്ട്. താഴെ 8 ഇഞ്ചാണ് വരുന്നത്, അതായത് ഷേപ്പിൻ്റെ ഭാഗത്ത് 8 ഇഞ്ചാണ് വരുന്നത് വിഡ്ത്ത്. അത് ഈ പറഞ്ഞ പോലെ 32 ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ 8 ഇഞ്ച് കിട്ടും. അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടി നമ്മൾ സീം അലവൻസ് ആഡ് ചെയ്തിട്ട് 10 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത പോയിൻറ്റ്സൊക്കെ ഒന്ന് കട്ട് ചെയ്യാണ്. ആദ്യം നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ബാക്കിലെ നെക്കും ബാക്കിലെ ആം ഹോളും കട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഒരു പീസ്, അതായത് നമ്മൾ 4 മടക്കിയിട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് ഒരു പീസ് മാറ്റിയതിന് ശേഷം ബാക്കി പീസ് 2 മടക്കിയിട്ട് നമ്മൾ ഫ്രണ്ടിലെ നെക്കും ഫ്രണ്ടിലെ ആം ഹോളും കൂടി ഒന്നുകൂടെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതാണ് നമുക്ക് യോക്കിന് വേണ്ടിയിട്ടുള്ള കട്ടിങ്. അപ്പോൾ ഇത് ഫ്രണ്ടും ബാക്കും. ഇറക്കം കൂടിയിട്ടുള്ളത് ഫ്രണ്ടിലെ നെക്കും, ഇറക്കം കുറഞ്ഞിട്ടുള്ളത് ബാക്കിലെ നെക്കുമാണ്. ഇനി ഇതേ അളവിലേക്ക് ഞാൻ എൻ്റെ യോക്ക് പാർട്ടിന് വേണ്ടിയിട്ടുള്ള നല്ല മെറ്റീരിയലും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിന് വേണ്ടിയിട്ട് ഇതേപോലെ തുണി 4 മടക്കിയിട്ടുണ്ട്. ഞാനൊരു പകുതി വരെയുള്ള സ്ലീവാണ് കൊടുക്കുന്നത്. 3/4 വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. വിഡ്ത്ത് എടുത്തിട്ടുള്ളത് 11 ഇഞ്ചാണ്, ഇറക്കം എടുത്തിട്ടുള്ളത് 12 ഇഞ്ച്. അതായത് മടക്കി തയ്ക്കുമ്പോൾ ഒക്കെ നമുക്കൊരു 10-10.5 ഇഞ്ചൊക്കെ കിട്ടും. അതിലൊരു 3 ഇഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ ആം ഹോൾ മാർക്ക് ചെയ്യുന്നുണ്ട്. താഴത്തെ വണ്ണം 6 ഇഞ്ചാണ്, അതിൻ്റെ കൂടെ 2 ഇഞ്ച് ആഡ് ചെയ്തിട്ട് 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ചേർത്ത് വരയ്ക്കുന്നുണ്ട്. 3 ഇഞ്ച് മാർക്ക് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പകുതിയുള്ള അതായത് പകുതിയുള്ള സ്ലീവ് ആയതിനെ കൊണ്ടാണ് 3 ഇഞ്ച് മാർക്ക് ചെയ്തത്. നിങ്ങൾ 3/4 ആണെങ്കിൽ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് വേണം കുഴിച്ച് വരയ്ക്കാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ 2 സ്ലീവ്. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ പാർട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ പറയാൻ മറന്നുപോയി. ടോട്ടൽ അതായത് കുർത്തീൻ്റെ മുഴുവനായിട്ടുള്ള ലെങ്ത്ത് വന്നിട്ട് 51 ഇഞ്ചാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ 15 ഇഞ്ചാണ് നമ്മൾ യോക്കിന് വേണ്ടിയിട്ട് മാറ്റിയിട്ടുള്ളത്. ബാക്കി നമുക്ക് സ്കേർട്ടിൻ്റെ പാർട്ടിന് വേണ്ടത് 36 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് നമ്മൾ മടക്കി തയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് എക്സ്ട്രാ സീം അലവൻസ് എടുത്തിട്ട് 37.5 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. 56 ഇഞ്ചാണ് വിഡ്ത്ത് എടുത്തിട്ടുള്ളത്. അങ്ങനെ 2 പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. അതിൽ യോക്ക് പാർട്ടിൻ്റെ ബാക്കിലെ പീസിൽ നല്ല വശം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ലൈനിങ് വെച്ചിട്ട് നമ്മൾ അതായത് സ്ലീവിൻ്റെ ഭാഗവും ആം ഹോളിൻ്റെ ഭാഗവും നെക്കിൻ്റെ ഭാഗവും നമ്മളൊരു 1/4 ഇഞ്ചിലോ 1/2 ഇഞ്ചിലോ ഒന്ന് അടിക്കുക. എന്നിട്ട് കുഞ്ഞു കട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് മറിച്ചെടുക്കുമ്പോൾ നമ്മളെ നെക്ക് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. നമ്മൾ ഇതുപോലെ ലൈനിങ് ഒക്കെ കൊടുത്തിട്ട് നെക്ക് ചെയ്യുമ്പോൾ നമ്മൾ വെറുതെ ക്യാൻവാസ് പേപ്പർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് മറിച്ചെടുത്തിട്ടുണ്ട്. ഷോൾഡർ അടിച്ചിട്ടില്ല കേട്ടോ, ബാക്കി ഭാഗങ്ങളാണ് നമ്മൾ അടിച്ചിട്ടുള്ളത്. അതായത് നെക്കിൻ്റെ ഭാഗവും ആം ഹോളിൻ്റെ ഭാഗവുമാണ് നമ്മൾ അടിച്ചിട്ടുള്ളത്. അപ്പം നമ്മളിങ്ങനെയാണ് നമ്മൾ മറിച്ചെടുക്കുമ്പോൾ, അതായത് നല്ല വശത്തേക്ക് മറിച്ചെടുക്കുമ്പോൾ വരുന്നത്. പിന്നെ നമ്മൾ ഇത്രയും ഭാഗം നമ്മൾ അടിച്ച അത്രയും ഭാഗം ഒന്ന് പതിച്ചും കൂടി അടിക്കുമ്പോൾ നെക്ക് അവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇനി ഞാനിവിടെ ഫ്രണ്ടിലെ നെക്കിൻ്റെ കൂടെ ഞാനിവിടെ ഒരു ലേസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലത്തെ ഒരു ഗോൾഡൻ കളർ ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് താഴെ ഭാഗത്തേക്ക് വെച്ചിട്ട് ഇങ്ങനെ ആ ഒരു ചെറിയ റെക്റ്റാങ്കിൾ പോലത്തെ പീസ് പുറത്തേക്ക് കാണുന്ന രീതിയിൽ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. പക്ഷെ ഞാൻ ഫ്രണ്ടിലായിട്ടാണ് ഇത് വെക്കുന്നത്. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ഇതിൻ്റെ കൂടെ അടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങളെൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സ്ക്രീനിൻ്റെ താഴെ, അതായത് ഈ ചാനലിൻ്റെ താഴെ ഒരു റെഡ് കളർ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് തൊട്ടടുത്തായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. അതിൽ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇതേപോലെ ആ ലേസ് അടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ
ബാക്കിൽ അതായത് യോക്ക് പാർട്ടിൻ്റെ ബാക്ക് പീസ് നമ്മൾ ഇതേപോലെ മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ മറിച്ചിട്ടതിൻ്റെ ശേഷം അതായത് മറിച്ചിട്ടല്ലോ, നമ്മൾ ഓൾറെഡി ഈ പീസ് മറിച്ചിട്ടു. ഇനി നല്ല വശത്തിൻ്റെ മുകളിൽ നമ്മുടെ നല്ല ഭാഗത്തിൻ്റെ അതായത് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം വരുന്നത് പോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു പീസ് നമ്മൾ മറിച്ചിട്ടാണ് ഇട്ടത്. അതായത് ഫ്രണ്ട് പീസ് നല്ല പോലെ തന്നെയാണ് വെച്ചിട്ടുള്ളത്, ബാക്ക് പീസ് മാത്രമാണ് മറിച്ചിട്ടിട്ടുള്ളത്. അപ്പോൾ രണ്ടും കൂടി ചേർത്തടിക്കുമ്പോൾ നല്ല വശത്തിൻ്റെ മുകളിൽ നല്ല വശം വരുന്ന രീതിയിലും ലൈനിങ്ങിൻ്റെ മുകളിൽ ലൈനിങ് വരുന്ന രീതിയിലുമായിരിക്കും തുണി ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ഷോൾഡർ അടിച്ചെടുക്കുക, 2 പ്രാവശ്യം ഒന്ന് അടിക്കുക. എന്നിട്ട് നമ്മൾ നിവർത്തി നോക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാവും, നമ്മുടെ ഷോൾഡർ അടിച്ചത് വന്നിട്ടുണ്ടാവും. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ പെർഫെക്റ്റ് ആയിരിക്കും, പുറത്തേക്കൊന്നും സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊന്നും കാണില്ല, പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ട് ഇതേപോലെ സൈഡ് ഒന്ന് സാധാരണ നമ്മൾ സൈഡ് അടിച്ചെടുക്കില്ല, അതേപോലെ സൈഡ് അടിക്കുക. 3 വശം അടിക്കണം, 2 സൈഡും അടിക്കണം, താഴ്ഭാഗവും മടക്കിയിട്ട് 2 മടക്ക് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കണം. ഞാനിവിടെ 3 സൈഡും ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 സൈഡിലും ഞാനിവിടെ ലേസ്, അതായത് നമ്മൾ നെക്കിന് കൊടുത്ത അതേ സെയിം ലേസ് 2 സൈഡിൽ കൊടുക്കുന്നുണ്ട്. അതായത് 2 സൈഡ് ഭാഗത്ത് കൊടുക്കുന്നുണ്ട്, താഴ്ഭാഗത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് താഴ്ഭാഗത്ത് കൊടുക്കണമെങ്കിൽ താഴ്ഭാഗത്തും കൊടുക്കാം. ഞാൻ 2 സൈഡിലാണ് കൊടുക്കുന്നത്. ഇതേപോലെ ലേസ് 2 സൈഡിലും കൂടി ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം. അതേപോലെ ഞാനിവിടെ സ്ലീവ് മടക്കി തയ്ച്ചിട്ടുണ്ട്, താഴ്വശം മടക്കി തയ്ച്ചിട്ടുണ്ട്. അതേപോലെ ലേസും സ്ലീവിൽ കൊടുത്തിട്ടുണ്ട്. സ്ലീവിൽ ഫുൾ ലേസ് കൊടുത്തിട്ടില്ല, നമുക്ക് 6 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് 7 ഇഞ്ചിലേ വെച്ചിട്ടുള്ളൂ, വെറുതെ ലേസ് വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നമ്മൾ നേരത്തെ അടിച്ചെടുത്തിട്ടുള്ള യോക്ക് പാർട്ടിൻ്റെ സെൻറ്ററിൽ, അതായത് നല്ല വശത്തിൻ്റെ മുകളിൽ സ്ലീവിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ സ്ലീവ് വെച്ചിട്ട് സെൻറ്റർ ടു സെൻറ്റർ വരുന്ന രീതിയിൽ ഒന്ന് സൈഡ് അടിച്ചെടുക്കുക. അപ്പം നമ്മളിവിടെ സ്ലീവ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ആം ഹോൾ, അതായത് സീം അലവൻസ് ഒക്കെ ചേർത്തിട്ട് നമ്മൾ അളവ് മാർക്ക് ചെയ്തിരുന്നു, ആ അളവ് പ്രകാരം നമ്മൾ 2 സൈഡും അടിക്കുക. ഇനി നമ്മളിവിടെ സ്കേർട്ടിൻ്റെ പാർട്ട് എടുക്കുകയാണ്. അതായത് ഇവിടെ നമുക്കൊരു ജോയിൻ്റ് ഉണ്ടാവുമല്ലോ, സൈഡിൽ 2 വശത്തുമായിട്ടൊരു ജോയിൻ്റ് ഉണ്ടാവും. ആ ജോയിൻറ്റിൻ്റെ ആ ഭാഗത്ത് നല്ല വശത്തിൻ്റെ മുകളിൽ, അതായത് സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ വെച്ചിട്ട് നിങ്ങൾ ഇതേപോലെ പ്രില്ലിട്ട് കൊടുക്കുക, കുഞ്ഞു കുഞ്ഞു പ്രിൽസ് ഇട്ട് കൊടുക്കുക. മാക്സിമം എത്രത്തോളം പ്രിൽസ് ഇട്ട് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം പ്രിൽസ് ഇട്ട് കൊടുക്കുക. അപ്പം അതിനോടൊപ്പം തന്നെ അപ്പുറത്തെ സൈഡിൽ ഈ മറ്റേ വശവും എത്തുന്ന രീതിയിൽ വെച്ചിട്ട് വേണം, ഒരു പിന്നൊക്കെ കുത്തിയിട്ട് വേണം നിങ്ങളിതേപോലെ കുഞ്ഞു കുഞ്ഞു പ്രിൽസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഒന്ന് സ്ലിറ്റ് അടിക്കേണ്ട ഒരു ആവശ്യം ഈ ഒരു കുർത്തിയിൽ വരുന്നില്ല, ഓൾറെഡി ഇത് സ്ലിറ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതായത് ഈ ഒരു ലേസ് കൊടുത്ത ഭാഗത്തേക്ക് കുറച്ചും കൂടി ഒന്നിച്ചടിക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ഇത്രയും ഓപ്പണിങ് വേണ്ടാന്ന്, ഇതേപോലെ ലേസ് ഒന്നിച്ചിട്ട് അടിച്ചാൽ മതി, 2 ഇഞ്ചോ 3 ഇഞ്ചും കൂടി ചേർത്തടിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫുൾ വീഡിയോ. ഞാനിവിടെ സ്കേർട്ടിൻ്റെ പാർട്ടിൽ ലൈനിങ് കൊടുത്തിട്ടില്ല, നിങ്ങൾക്ക് ലൈനിങ് കൊടുക്കണമെങ്കിൽ ലൈനിങ്ങും കൂടി കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തായിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.